സർ, ഇന്ത്യയുടെ തിരിച്ചടി പലപ്പോഴും നമ്മുടെ ശത്രു രാജ്യം വല്ലാണ്ട് ഭയക്കുന്നുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളെ ഇന്ത്യ അങ്ങോട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതുപോലും തടഞ്ഞു നിർത്താനുള്ള ഒരു ശേഷി നമ്മുടെ ശത്രു രാജ്യത്തിനില്ല. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളുടെ കാലു പിടിക്കുകയാണ്. ഇതിൽ നിന്ന് ഞങ്ങളെ ഒന്ന് ഒഴിവാക്കണേ, ഇന്ത്യയോടൊന്ന് സംസാരിക്കണേ എന്നുള്ള രീതിയിൽ. അത് ഈ ഇസ്ലാമിക രാഷ്ട്രങ്ങളോടാണ് അഭ്യർത്ഥിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇസ്ലാമിക സ്വരം എല്ലായിടത്തു നിന്നും ഉണ്ടാകുമെന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്. അതുണ്ടാകണമെന്നില്ല. ഇവിടെ നമ്മുടെ പഹൽഗ്രാമിലെ അറ്റാക്ക് നടക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എവിടെയായിരുന്നു? സൗദി അറേബ്യയിലെ സന്ദർശനം തുടങ്ങി ഒരു ദിവസം പിന്നിടുകയായിരുന്നു. യാത്ര വെട്ടിച്ചുരുക്കി അദ്ദേഹം ഇങ്ങോട്ടേക്ക് പോകുന്നു. സൗദിയുമായിട്ട് വലിയൊരു ബന്ധമാണ് സ്ഥാപിച്ചിട്ടുള്ളത്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയ്ക്ക് 3ാമത്തെ തവണ അദ്ദേഹം സൗദിയിൽ പോയിരിക്കുന്നത്. ഈ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ എന്നുള്ള ഇത് കേൾക്കുമ്പോൾ എല്ലാവരും അങ്ങ് ഒന്നിക്കുമെന്നൊക്കെയാണ് ഇവരുടെ ഒരു കണക്ക് കൂട്ടൽ. അതുണ്ടാകത്തില്ല. കാരണം ഇസ്രായേലിൻ്റെ അറ്റാക്ക് ഗാസയിലും മറ്റുമൊക്കെ ഉണ്ടായ സമയത്ത് ഇവർക്കെല്ലാം വേണ്ട തരത്തിലുള്ള പിൻബലം കൊടുത്തുകൊണ്ടിരുന്നത് ആരായിരുന്നു? ഇറാനായിരുന്നു. ഇറാൻ അന്ന് ഈ വെള്ളിയാഴ്ചത്തെ ഒരു മത സമ്മേളനത്തിൽ വെച്ച് അവിടുത്തെ ഒരു മതാധ്യക്ഷൻ എല്ലാവരോടുമായിട്ട് അഭ്യർത്ഥിച്ചു, ഇസ്ലാമിക രാഷ്ട്രങ്ങളോട് നമ്മൾ മുഴുവൻ ഒന്നിക്കണം, എന്നിട്ട് ഈ ഇസ്രായേലിനെ, ജൂതവംശത്തെ മുഴുവൻ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അന്ന് ആരിത് കേട്ടു? ഒരു ഗൾഫ് രാഷ്ട്രങ്ങളൊന്നും ഇതൊന്നും കേട്ടില്ല. അവർക്കൊക്കെ അവരുടെ രാജ്യത്തെ സമ്പൽ സമൃദ്ധിയോടുകൂടി കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പം ഈ ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ നമ്മൾ മലയാളികളൊക്കെ ധാരാളം, ഇന്ത്യക്കാർ ധാരാളം ജോലി ചെയ്യുന്ന ഇടമാണ്. അപ്പം അവർക്ക് അവരവരുടെ രാജ്യത്തെ മുമ്പോട്ട് കൊണ്ടുപോകണം. അല്ലാതെ ഈ പാകിസ്ഥാനെ പോലെ സർവവും രാജ്യത്തിന് വേണ്ടി സർവ്വകാര്യങ്ങളും രാജ്യത്തെ തുലയ്ക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോകാനല്ല ആഗ്രഹിക്കുന്നത്. പാകിസ്ഥാൻ്റെ അവിടുത്തെ സ്ഥിതിവിശേഷം ഇപ്പോൾ വളരെ ഗുരുതരമല്ലേ? 1 കിലോ ആട്ടയ്ക്ക് ഗോതമ്പിന് 300-350 രൂപ. പെട്രോളിന്റെ വില കുതിച്ചു. അരിക്ക് 345. അവരുടെ പ്രധാനപ്പെട്ട ആഹാരമായിരുന്നു കോഴിയിറച്ചി. അതിനൊക്കെ 880 രൂപയൊക്കെ നമുക്കൊക്കെ ചിന്തിക്കാവുന്നതിലപ്പുറമാണ്. കോഴിയിറച്ചി കഴിക്കണ്ട, എന്തെങ്കിലും ആഹാരം കഴിക്കണ്ടേ? ബ്രെഡ് കഴിക്കണ്ടേ? ബ്രെഡ് കഴിച്ചെങ്കിലും വിശപ്പടക്കണ്ടേ? അതുപോലും സാധിക്കാത്ത തരത്തിൽ വിലവർധനവ് വരുന്നത് ആരുടെ കുഴപ്പം കൊണ്ട്? ആ രാജ്യത്തിന്റെ ഭരണാധികാരികൾ. മാത്രമല്ല വെള്ളമില്ലാത്ത ഒരവസ്ഥയൊന്നും ആലോചിച്ചു. അപ്പൊ സ്വന്തം ജനങ്ങളെ ഒരു യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം കൊടുക്കുന്നതിന് മുമ്പ് സ്വന്തം ജനങ്ങളെ രക്ഷിക്കാനുള്ള, അവരെ സംരക്ഷിക്കാനുള്ള ഒരു മാർഗം പോലും ഇവർക്കില്ല. മാത്രമല്ല സർ, ഇവിടുന്ന് പോയ അവിടുത്തെ ജനങ്ങൾ, കുറച്ച് പേര് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇവർ ഈ ഒരു യുദ്ധമായിട്ട് ബന്ധപ്പെട്ടു. ഇന്ത്യ പറഞ്ഞു അവിടുത്തെ പൗരന്മാർ ഇവിടുന്ന് പോകണം എന്നുള്ള രീതിയിൽ വന്നപ്പോൾ ബോർഡറിൽ അവർ തടഞ്ഞു നിർത്തുകയും ചെയ്തു. അങ്ങോട്ട് കടത്തി വിടുന്നില്ല. കാരണം നമ്മുടെ ശത്രു രാജ്യത്തിന് നിലവിലുള്ളവരെ പോലും പരിപാലിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇനി അപ്പുറത്ത് ജോലി തേടിപ്പോയവർ തിരിച്ചു വന്ന് അവരെ കൂടെ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുന്നില്ല. അപ്പം അത്തരത്തിൽ സ്വന്തം ജനങ്ങളെ പോലും ഒരു നേരത്തെ ആഹാരം, ഒരു പക്ഷെ നമുക്ക് ഇങ്ങനെ തന്നെ പറയേണ്ടി വരും, ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്തവരാണ് ഈ വലിയ വലിയ ഘോരഘോരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. യുദ്ധസമാനമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അവിടെ നിൽക്കുന്നത്. കാരണം ഏത് നിമിഷവും ഏതെങ്കിലും തരത്തിലുള്ള അറ്റാക്ക് അവരവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ജനങ്ങൾക്കും കൃത്യമായിട്ട് അറിയാം. അവിടെ കച്ചവടക്കാർ മുഴുവൻ പൂഴ്ത്തിവയ്പ് നടത്തുന്നുണ്ട്. അവിടെ ചോദിക്കാനും പറയാനും ആരും തന്നെ ഇല്ല. ഇവരുടെ ധനകാര്യം മുഴുവൻ എന്തിനു വേണ്ടിയാണ് രാജ്യത്തെ ഉപയോഗിക്കുന്നത്? തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് വേണ്ട ആയുധങ്ങൾ കൊടുക്കുക, തീവ്രവാദികളെ പോറ്റുക, ഇതൊക്കെയാണ്. അല്ലാതെ ആ രാജ്യത്തെ ജനതയുടെ ആരോഗ്യമോ വിദ്യാഭ്യാസമോ സാമൂഹ്യ സുരക്ഷയോ ഒന്നും നോക്കുന്നില്ല. മാത്രമല്ല അയൽ രാജ്യങ്ങളിലോട്ടാണ് നമ്മൾ കൂടുതൽ ഇറക്കുമതി കയറ്റുമതിയൊക്കെ ചെയ്യുന്നത്. 2019 പുൽവാമ ആക്രമണത്തിന് ശേഷം അവിടെ നിന്ന് പാകിസ്ഥാനിൽ നിന്നും നമ്മൾ കൂടുതലും എടുക്കുന്ന സാധനങ്ങൾ സിമെന്റ്, പഴങ്ങൾ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ധാതു അയിരുകൾ എന്നിവയാണ്. അന്ന് 200% അതിൻ്റെ തീരുവ ഉയർത്തിയിരുന്നു. പക്ഷേ ആ ഒരു ആക്രമണത്തിന് ശേഷം പക്ഷേ ഇപ്പോൾ അത് നിരുപാധികം, ഇനി ഇറക്കുമതി വേണ്ട എന്നുള്ള തീരുമാനത്തിലും കൂടെ ഇന്ത്യ എത്തിയിരിക്കുന്നു. ആകെപ്പാട് അതിൽ നിന്ന് അവർക്ക് കിട്ടിയിരുന്ന ഒരു നേട്ടമുണ്ടായിരുന്നു.
അതുകൂടി ഇന്ത്യ നിർത്തലാക്കിയതോടെ അവിടെ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക്, കാരണം ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിലേക്ക് കയറ്റുമതി ഇറക്കുമതി ഇരു രാജ്യങ്ങൾ തമ്മിൽ ചെയ്യുമ്പോഴാണ് അവിടുത്തെ ഒരു സാമ്പത്തിക ഭദ്രത, പല നേട്ടങ്ങളും ഉണ്ടാകുന്നത്. നമ്മളുടെ ഉൽപ്പന്നങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയും അവിടുത്തെ ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് വാങ്ങുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാമ്പത്തിക പരിതസ്ഥിതി നമ്മുടെ സാമ്പത്തികമായിട്ട് ഉയരുന്ന ഒരു പ്രവണതയാണ്. അപ്പോൾ അയൽ രാജ്യങ്ങളുമായിട്ട് എപ്പോഴും സമരസപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മളുടെ ഇന്ത്യ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ചൈനയായിട്ടാണെങ്കിലും ബംഗ്ലാദേശ് ആണെങ്കിലും ഇത്തരത്തിൽ നമ്മൾ എല്ലാവരുമായിട്ട് ഒരു ഇതിലാണ് പോകുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നേട്ടമാണ്. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാന് 2019 ശേഷം ഈ ഒരു ആക്രമണത്തിന് ശേഷം 200% അന്നൊരു ഡോസ് എന്നുള്ള രീതിയിൽ ഇത്തരത്തിൽ തീരുവ ഉയർത്തിയിരുന്നു. ഇപ്പോൾ അതുകൂടി ഇല്ലാതാക്കി. ഇനി ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യേണ്ട, അങ്ങോട്ടുള്ള കയറ്റുമതി ഇല്ല. ആ ഒരു വ്യാപാര ബന്ധം പോലും ഇപ്പം വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. അല്ല, ഇതിപ്പോൾ അവരുടെ മൊത്തം അവിടെ ഭരണം നടത്തുന്നത് ആര്? അവിടെ സൈനികരാണ്. അതെ. പിന്നെ അവിടെ രാഷ്ട്രീയക്കാര്. അവിടെ ഒരു കാര്യം ഓർക്കണം, അവിടെ ഇമ്രാൻഖാൻ ജയിലിൽ കിടക്കുകയാണ്. അവിടുത്തെ സ്ഥിതി വളരെ മോശമാണ് എല്ലാ കാലത്തും. ഭരണാധികാരികളെല്ലാം പിൽക്കാലത്ത് ഒന്നുകിൽ ജയിലറയ്ക്കുള്ളിലാകും അല്ലെങ്കിൽ കഴിവുമരത്തിലേക്ക് പോകുന്ന സ്ഥിതിയാണ് മുൻകാലങ്ങളിൽ പൂർവ്വചരിത്രം നമുക്ക് മനസ്സിലാക്കുമ്പോൾ അറിയുന്നത്. അപ്പോൾ ഇത് തന്നെ അവിടെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അവർക്ക് ആ രാജ്യത്തെ ജനതയുടെ കാര്യങ്ങളൊന്നും സംരക്ഷിക്കേണ്ട. എന്നിട്ടാണ് അവർ മറ്റ് ഇസ്ലാമിക രാഷ്ട്രങ്ങളെ കൂട്ടുപിടിക്കുകയാണ്. ഇന്ത്യ എടുക്കൽ പറയൂ രക്ഷപ്പെടുത്താൻ. എന്തുകൊണ്ട്? മറ്റ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഇന്ത്യയുമായിട്ട് കൈകോർത്ത് നിൽക്കുന്നവരാണ്. ഈ പാകിസ്ഥാൻ്റെ തീവ്രവാദത്തെ മറ്റുള്ളവർ അംഗീകരിക്കുന്നില്ല. മറ്റ് ഇസ്ലാമിക രാഷ്ട്രങ്ങളെല്ലാം ഒന്നും അംഗീകരിക്കത്തില്ല. US പല കാര്യങ്ങളുമായിട്ട് ഒരു പാകിസ്ഥാനുമായിട്ട് ചർച്ച നടത്തിയതാണല്ലോ. പാകിസ്ഥാൻ അയഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അവർക്ക് തക്കതായ തിരിച്ചടി കിട്ടുമ്പോഴാണ്. അതുകൊണ്ടാണ് ഇന്ത്യ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? ഇവിടെ കയറി പഹൽഗ്രാമിൽ കയറി അറ്റാക്ക് ചെയ്ത ഈ ഭീകരവാദികളെ കൈയോടെ പിടിക്കാനുള്ള ഒരു വലിയ ശ്രമത്തിൽ നിൽക്കുകയാണ്. എന്നിട്ട് ലോകത്തിന് മുമ്പിൽ കൊണ്ടുവരും. പലപ്പോഴും പാകിസ്ഥാൻ പറഞ്ഞിട്ടുള്ളത് തെളിവ് എവിടെ എന്നൊക്കെ ചോദിക്കാറുണ്ട് എല്ലാ കാലങ്ങളിലും. അത് ആ തെളിവോടുകൂടി ഇവരെ ജീവനോടുകൂടി കിട്ടണം. അല്ലാതെ ഇവരെ വെടിവെച്ച് കൊന്നതിന് ശേഷം എടുത്ത് പ്രദർശിപ്പിക്കുകയല്ല. ഇവരെ ജീവനോടുകൂടി കൊണ്ടുവന്ന് ഇവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ഒരു യുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ ഒരു തിരിച്ചടിയാണ്. കാരണം ഇങ്ങോട്ട് ആക്രമിച്ചവർക്കെതിരെ, അല്ലാതെ ഒരു യുദ്ധം എന്നുള്ള രീതിയിലാണ്. ഇപ്പോഴെപ്പോഴും മോദി എടുക്കുന്ന തീരുമാനങ്ങൾ ഭയങ്കര പക്വതയുള്ള തീരുമാനങ്ങൾ. ആദ്യം സിന്ധു ജലനദി കരാർ നിർത്തലാക്കിയത് മുതൽ ഇപ്പോൾ ഈ ഒരു ഇറക്കുമതി തീരുവ നിർത്തലാക്കുന്നു. ഇവിടെയുള്ള പൗരന്മാരെ അങ്ങോട്ടേക്ക് അവരുടെ പൗരന്മാരെ അങ്ങോട്ടേക്ക് കടത്തിവിടുന്നു. ഇവിടെ ആരും നിൽക്കണ്ട എന്ന് പറയുന്നു. ഇങ്ങനെ അതുമാത്രമല്ല, അതിൻ്റെ അതിർത്തി പ്രദേശങ്ങളെല്ലാം അടയ്ക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ എന്ത് പറയുന്നു, കൊടുക്കേണ്ടുന്നത് എന്ന ഉച്ചിയിലിട്ട് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതാണ് മോദി ചെയ്യുന്നത്. എന്നാൽ മൊത്തത്തിൽ അങ്ങ് ഇല്ല എന്തുകൊണ്ട് ഇത് നിങ്ങൾ യുദ്ധം ചെയ്യുന്നില്ല, എന്തുകൊണ്ട് ഇതിന് പല ആൾക്കാരും അവിടെ ഇവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട്, പ്രകോപിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഒരു യുദ്ധത്തിലേക്കല്ല നമുക്ക് വേണ്ടത്, തിരിച്ചടി. അത് എത്തരത്തിൽ പാകിസ്ഥാനെ തകർക്കാം, അവിടുത്തെ ഭീകരവാദത്തെ തകർക്കാം എന്നുള്ള തരത്തിലാണ് മോദി ചിന്തിക്കുന്നത്. അപ്പം ഈ ഒരു യുദ്ധത്തിനേക്കാൾ അപ്പുറം അവരുടെ പാളയത്തിൽ ചെന്ന് എങ്ങനെയാണോ ഈ ഭീകരവാദത്തെ തകർക്കുന്നത് ആ രീതിയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യ അത്തരത്തിലാണ് മുൻപോട്ട് പോയിക്കൊണ്ടേ. ഒരു യുദ്ധം എന്ന് പറയുമ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലാകുമ്പോൾ ഇപ്പം അവർക്കും തിരിച്ചടിക്കുമ്പോൾ നമുക്കും ചിലപ്പോൾ ചില ജീവനുകൾ നഷ്ടമായേക്കാം, ചില കാര്യങ്ങൾ നമ്മളുടെ ഭാഗത്ത് സംഭവിച്ചേക്കാം. പക്ഷെ അതിനെയൊക്കെ മറികടന്നു നാളെ ഈ നമുക്ക് സപ്പോർട്ടായിട്ട് ഇരിക്കുന്ന രാജ്യങ്ങൾ പോലും ഒന്നും ഇതിൽ പറയാൻ പറ്റാത്ത രീതിയിൽ ഉള്ള തിരിച്ചടികളാണ് മോദി ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലും പാകിസ്ഥാന് തടുക്കാൻ പറ്റുന്നില്ല. കാരണം നമുക്കറിയാം, വെള്ളം കിട്ടാതാവുക, ഭക്ഷ്യക്ഷാമം, അവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വല്ലാത്തൊരവസ്ഥയിലോട്ട്. അതിൻ്റെ കൂടെ അവർക്കുള്ള പ്രകൃതി ദുരന്തം, പ്രകൃതിയായിട്ട് കൊടുക്കുന്ന കുറേ ദുരന്തങ്ങളും കൂടെ ഉണ്ട് അവർക്ക്. അപ്പോൾ ഇതൊന്നും അവർക്ക് അങ്ങോട്ട് താങ്ങാൻ പറ്റാവുന്നിടത്തോളം അപ്പുറമാണ്. ഒരു യുദ്ധത്തിനേക്കാൾ അപ്പുറമായിട്ടുള്ള പലവിധ യുദ്ധങ്ങളാണ്, പല രീതിയിലുള്ള മാനസിക യുദ്ധങ്ങൾ എന്ന് തന്നെ പറയാം. മാനസികപരമായിട്ടുള്ള അറ്റാക്കുകളാണ് ഇപ്പോൾ ഇന്ത്യ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അവരുടെ പാളയത്തിൽ തന്നെ ചെന്ന് കയറി ഇന്ത്യ എന്തായാലും തീവ്രവാദത്തെ നശിപ്പിക്കും. ഈ പല ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ കാണുന്നുണ്ട്, 2030 ആവുന്നതോടുകൂടി പാകിസ്ഥാൻ 3 രാജ്യമായിട്ടൊക്കെ പിളരുകയല്ല, അവിടുത്തെ തീവ്രവാദത്തെ അശേഷം ഉന്മൂലനം ചെയ്യേണ്ടുന്ന ഒരവസ്ഥയാണ്, അല്ലെങ്കിൽ അത് അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പാകിസ്ഥാൻ ഒരു തിരിച്ചടി കിട്ടിയാൽ അവരുടെ നട്ടെല്ല് തകരും എന്നുള്ളത് ഉറപ്പാണ്.